നിങ്ങൾ എല്ലാവരും നിസ്കരിക്കുന്നവരാ, നിസ്കരിക്കത്തില്ല എന്ന് ഞാൻ പറയണില്ല. എല്ലാവരും നിസ്കരിക്കുന്നവരാ. പക്ഷെ നീ ലോഹർ നിസ്കരിക്കണേ എപ്പോഴാ പെങ്ങളെ? പള്ളിയിലെ മോദി പാവപ്പെട്ടവൻ 12:30 ആകുമ്പോൾ വിളിക്കും, അല്ലാന്ന് പറഞ്ഞിട്ട് വിളിക്കും ബാങ്ക്. നീ ലോഹർ നിസ്കരിക്കണം എപ്പോഴാ? നീ ചോറും വെച്ച് മീനും വെട്ടി പച്ചക്കറി അരിഞ്ഞ് കറിയും വെച്ച് സാമ്പാറും വെച്ച് അവിയലും വെച്ച് എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഒരുങ്ങി തിന്നിട്ട് ഒരു ഒളുവിൽ 2 ഫറദാ നിനക്ക്. നീ 3:30 ഒരു നിസ്കാരമുണ്ട്. അത് ഏത് മദ്ഹബാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. പിന്നെ എന്തിനാ അള്ളാഹ് സമയം ഉണ്ടാക്കി വെച്ചിരിക്കണേ? നിനക്ക് 3:30 നിസ്കരിക്കാനായിരുന്നെങ്കിൽ എന്തിനാടി 12:30 ബാങ്ക് വിളിക്കണേ? 3:30 വിളിച്ചാൽ പോരായിരുന്നോ? നിസ്കരിക്കാറുണ്ടോ? 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം. എത്ര പേരാ ഉള്ളേ? നമുക്ക് തോന്നുമ്പോൾ വല്ലപ്പോഴും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിസ്കരിക്കാൻ തന്നെ പോട്ടെ. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. മക്കള് നിസ്കരിക്കാറുണ്ടോ? മക്കള് നിസ്കരിക്കാറുണ്ടോ? ഈ വലിയ കുത്തുബുൽ അഖ്താബും വലിയ മഹാനുവാ, നിന്റെ മക്കള് നിസ്കരിക്കാറുണ്ടോ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണോടാ? പേടിയുണ്ട്, പറയടാ. എന്ത് ചെയ്യണോടാ? എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. ഇങ്ങനെയല്ലേ പഠിച്ചേ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തെല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഒന്ന് കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ? ഏതെങ്കിലും ഒരു താത്ത നിസ്കരിക്കാത്തതിന്റെ പേര് മോളെ തല്ലിയ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ മക്കളൊക്കെ മലക്കുകളാണെന്നല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ മക്കൾ 5 നേരം നിസ്കരിക്കുമെന്നല്ലതിനർത്ഥം. അതെങ്ങനെ വാപ്പായ്ക്ക് തല്ലാൻ യോഗം ഉണ്ടാവണം? കാരണം വാപ്പ പള്ളിയിൽ പോകുന്ന ഇന്ന് വരെ മോൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ വാപ്പ തല്ല അധികാരമുള്ളത്? എടാ, വാപ്പ പള്ളിയിൽ പോയാലല്ലേ മോൻ പോകത്തുള്ളൂ. പണ്ട് വാപ്പ പള്ളിയിൽ പോകുന്നത് കണ്ടാ മക്കള് വളരുന്നത്. എന്നാ അതും ഇല്ല. വാപ്പ തന്നെ കയറാറില്ല പള്ളിയിൽ. പിന്നെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്കൂളിൽ പോടാ തല്ല്, ട്യൂഷൻ പോടാ തല്ല്, എല്ലാത്തിനും തല്ല്. പള്ളിയിൽ പോയി നിസ്കരിക്കുക, അതൊന്നും വിഷയമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കളിയും തമാശയാ, നമുക്കൊക്കെ നിസ്സാരമായില്ല. എന്നിട്ട് ഇങ്ങനെ പടച്ചോനെ ഉസ്താദെ, ബുദ്ധിമുട്ടാ ഉസ്താദെ, ദാരിദ്ര്യ ഉസ്താദെ, പ്രയാസവ ഉസ്താദെ, കച്ചവടയല്ല ഉസ്താദെ, എങ്ങനെ വരാനാടാ? ലഇൻ ശകർത്തും ലഅസീദന്നകും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നീ അള്ളാനെ ഓർത്താലല്ലേ അള്ളാഹ് നിനക്ക് വല്ലതും തനു. നീ അള്ളാനെ ഓർക്കട്ടെ, നന്ദി കാണിക്കണ്ട. നീ നന്ദി കാണിക്കണില്ലല്ലോ. പിന്നെന്താ ഓളം ഉണ്ടോ പടച്ചോനെ നിനക്ക് കോരി തരാൻ? അള്ളാഹു പറയുകയാ, 5 നേരം നീ നിസ്കരിക്ക്, നിനക്ക് ഞാൻ തരാം ഭക്ഷണം. നീ തെണ്ടാനും പിടിച്ചു പറിക്കാനും ഒന്നും പോകണ്ട. ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും അള്ളാഹ് നിനക്ക് ഭക്ഷണം